ഹലോ ഗൈസ്, ഇന്ന് നമ്മളെവിടം വരെ പോവാണ്. ഞാൻ മാത്രമല്ല, ഞാനുണ്ട്, ബാമിയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്ന് പോകുന്നത് എവിടെയാണെന്നറിയോ? അത് നിങ്ങൾ വഴിയെ കാണും. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലായിരുന്നു. ഉച്ച സമയത്തോടുകൂടി ഞങ്ങൾ ഇറങ്ങി. 10-11 മണിയായി. ബാമി എൻ്റെ ഇണയിൽ കയറി. താഴെ ഇറങ്ങാൻ പറ്റാതെ ഇറങ്ങി നടക്കത്തില്ല. ഇപ്പോഴും എൻ്റെ ഇണയിൽ തന്നെയാണ്. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കണം. നല്ല വെയിലുണ്ടായിരുന്നു. അമ്മയുണ്ട് കൂടെ. അമ്മയാണ് കുട പിടിക്കുന്നത്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാതിയുടെ എത്തിയപ്പോഴത്തേനും ഞാൻ തളർന്നു. ബാമിയെ ഞാൻ താഴെ നിർത്തി. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ബസ് കിട്ടത്തില്ല, അങ്ങോട്ട് പോകാൻ. നമ്മളങ്ങനെ ഓട്ടോയിലാണ് പോകേണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ ജംഗ്ഷനിൽ ഓട്ടോ കിട്ടും. അപ്പം ഞങ്ങളങ്ങനെ നമുക്ക് ഒരു ഓട്ടോ കിടപ്പുണ്ട്. ഞങ്ങളങ്ങനെ ഓട്ടോയെ ലക്ഷ്യമാക്കി ഞാനും അമ്മയും ബാമിയും കൂടെ ഓട്ടോയെ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ, നല്ല പൊരിഞ്ഞ വെയിൽ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറാൻ പോകുമ്പോൾ ഓട്ടോക്കാരൻ ചേട്ടനോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ഓട്ടോയിലങ്ങനെ കയറി. ഞാനും മാമിയും കയറി. മാമി ഫസ്റ്റിലെ ബാമിയെ കയറ്റി. ബാമിക്ക് ഓട്ടോ എന്ന് ഭയങ്കര വീക്ക്നെസ്സാണ്. ബാമിയെ കയറ്റിയിരുത്തി ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി കുടയൊക്കെ മടക്കി. ബാമിയുടെ നേരി പോകുന്നത് ഇവിടെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ കുറച്ച് വീഡിയോയുടെ പകുതിയാകുമ്പോൾ പലർക്കും മനസ്സിലാവും ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചാണ്. ഈ പല ജംഗ്ഷനിലും പല ബോർഡുകളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ കയറി നമ്മൾ ജംഗ്ഷനിൽ ഇറങ്ങണം. പിന്നെ അവിടെ നിന്ന് ബസ് പിടിച്ച് പോകണം. അവിടെ നമ്മൾ ഓട്ടോ അങ്ങോട്ട് പോകും, പക്ഷെ പാതി വരെ പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നടന്ന് ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഷെഡിൽ കയറി ബാമി അമ്മയുടെ കൂടെ കയറി അവിടെ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷേ കണ്ടോ, സ്ഥാനം എടുത്ത് അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ കുട്ടിയപ്പോൾ അങ്ങനെ ബസ് വന്നു. ഞങ്ങൾ നേരെ പോയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഈ മെഴുകുതിരിയൊക്കെ കാണുമ്പോൾ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം പനമരപ്പള്ളി പെരുന്നാളിനാണ് നമ്മൾ പോയത്. അങ്ങനെ ഞങ്ങൾ വഴിപാട് എനിക്ക് കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അളവിനും സൈസിനും ഒത്ത മെഴുകുതിരി വരെ ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ മെഴുകുതിരി ഒക്കെ വാങ്ങി. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ പ്രാവശ്യവും കടയിൽ നിന്നാണ് മെഴുകുതിരി വാങ്ങാറ്. എല്ലാ പ്രാവശ്യവും നടന്നാണ് പോകാറ്. കുഞ്ഞുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെമിനാറിലെത്തി. നമ്മൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മ വാങ്ങിക്കുകയാണ്. മെഴുകുതിരി കൊച്ചുമക്കളുടെയൊക്കെ പേരിൽ അങ്ങനെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വാങ്ങി. പള്ളിയുടെ ഏറ്റവും ഫുള്ള് 2 സൈഡിൽ ഫുള്ള് ഇങ്ങനെ തോരണം പോലെ കെട്ടിയിട്ട് നിറയെ കടകളാണ്, ഫുള്ള് കടകൾ. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി നേരെ നടന്ന് നമ്മൾ അകത്ത് അപ്പുറം ഇപ്പുറം എല്ലാം ഐസ്ക്രീം 20 സാധനങ്ങൾ ഇഷ്ടം പോലെ കടകൾ. നിങ്ങൾ നടക്കുകയാണ്. അകത്തോട്ട് നടന്ന് ഒരു 2 കടയിലും നല്ല ആളുകളുമാണ്, നല്ല തിരക്കുമാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് നടപ്പായി. നല്ല വെയിലാണ്, ഇരിച്ചു വിരിക്കുന്ന വെയിലൊന്നും. ഒരു 10-12 മണിയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. ഭയങ്കര വെയിലായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ കടകളൊക്കെ കുറേ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ കയറാൻ പറ്റിയില്ല. കണ്ട് ഈ തലയിടുന്ന സ്കാർഫ് പോലത്തെ കുറേ സാധനങ്ങൾ, കപ്പലണ്ടികൾ, അങ്ങനെ കപ്പലണ്ടി വിൽക്കുന്ന കട, അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. നല്ല ഫുള്ള് ഇടിയെന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കാണ്. നടക്കാൻ പോലും ഗ്യാപ്പ് കിട്ടാതെ അത്രയ്ക്ക് തിരക്ക്. കുഞ്ഞിനെ എടുത്ത് ഞാനാണ് നടന്നത്. പക്ഷെ അവൾ താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ വണ്ടിയും ഫുള്ള് തിരക്കായിരുന്നു. അവിടെ ഞങ്ങളങ്ങനെ നടക്കുകയാണ്. പലരും ജ്യൂസ് കുടിക്കുന്നവർ, കത്തികൾ, പല പാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി ഫുള്ള് കടകളെന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഫുള്ള് കടകളാണ്. അങ്ങനെ കടകളെയൊക്കെ കുറേ വീഡിയോസൊക്കെ അങ്ങനെ കടകളിലൊക്കെ കയറിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി. വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ എടുക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ അലുവയും കുറച്ച് വാങ്ങി. ഞങ്ങളങ്ങനെ നടക്കുകയാണ്. നേരെ അകത്ത് കയറിയിട്ട് അമ്മ നമുക്ക് അകത്ത് മെഴുകുതിരി കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്താണ് മെഴുകുതിരി കത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിരുമേനിയെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു. മെഴുകുതിരിയൊക്കെ അവിടെ വാങ്ങിച്ച് അമ്മ കത്തിച്ചു. മെഴുകുതിരി കത്തിക്കുന്നത് അവർ അപ്പോഴപ്പം അണച്ചിട്ട് ഇതുപോലൊരു ഇതിൽ കൊണ്ടുപോയിട്ടിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ മെഴുകുതിരി ഫുള്ള് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ചെടികളൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പള്ളി. സൂപ്പർ. അങ്ങനെ നമ്മൾ അകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. തിരുമേനിയെ കണ്ട് പ്രാർത്ഥിച്ചു. അകത്താണെങ്കിൽ നിറയെ ആൾക്കാർ. വീഡിയോ ഒന്നും എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു.
എനിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. നിങ്ങൾക്കും വിശ്വാസമുള്ളവർ പറയണേ. അത് കയറി കുറച്ച് നേരം തിരുമേനിയെ കൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ബാമി കുരുത്തക്കേട് കളികളായി. കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. ബാമി ഓടിപ്പോയി ഒരു കല്ലൊക്കെ എടുത്തിട്ട് എന്നെ എറിയാൻ വന്നു. കുരുത്തക്കേട് കണ്ടോ. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു താഴെ ഇട്ടതിനും ഓടി പിന്നെ വന്നു. എന്നിട്ട് പിണങ്ങി അങ്ങനെ മാറി കൈകെട്ടി നിൽക്കുകയാണ്. കുരുത്തക്കേട് എവിടെ ചെന്നാലും കുരുത്തക്കേട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ തിരുമേനി ആദ്യം അന്തി ഉറങ്ങിയ സ്ഥലമാണ് അവിടെ കയറി. അവിടെയും നിറയെ ആളായിരുന്നു. അകത്ത് കയറാനൊന്നും സ്ഥലം കിട്ടിയില്ല. ഞങ്ങളകത്ത് കയറി പ്രാർത്ഥിച്ചു നേരെ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.